Hi guys, welcome back to my channel. I am Dilshad. ഇന്ന് നമ്മൾ Nexon Xm വേരിയന്റിൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോവുകയാണ്. Nexon Xmൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതിൽ ഓൾറെഡി സ്റ്റീരിയോമായി കണക്റ്റഡ് ആണ്, കമ്പനി സ്റ്റീരിയോമായിട്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോയിൽ സിങ്ക് ആവണമെങ്കിൽ ഒരു ക്യാൻവസ് യൂസ് ചെയ്യണം. അതുപോലെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ്, ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ വരുന്ന സ്റ്റീരിയോ കൺട്രോളിങ് സ്വിച്ചസ്, വോളിയം കൺട്രോൾ സ്വിച്ച്, അങ്ങനെയുള്ള കുറച്ച് സ്വിച്ചസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഇതിനോട് സിങ്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻവസ് അതിൽ യൂസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോയിൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് കണക്ട് ചെയ്യാനും അത് യൂസ് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. കൂടെ തന്നെ 360 ഡിഗ്രി വ്യൂ വരുന്ന ഒരു ക്യാമറയും നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതായത് ഫ്രണ്ട്, ബാക്ക്, 2 സൈഡ് മിറേഴ്സ്, ഇതിലാണ് ഈ ക്യാമറാസ് എല്ലാം വരുന്നത്. നോർമൽ റിവേഴ്സ് ക്യാമറയ്ക്ക് പോലെ തന്നെ ആ ഒരു പോർഷനിൽ തന്നെയാണ് നമ്മൾ ക്യാമറ കൊടുക്കുന്നത്. ഫ്രണ്ട് ബോണറ്റിന് താഴെയായിട്ട് ഫ്രണ്ട് ബമ്പറിൽ, അതുപോലെ 2 സൈഡ് മിററിൻ്റെ താഴെയായിട്ടും നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതുകൂടാതെ സീറ്റ് കവേഴ്സ് ചെയ്യുന്നുണ്ട്, റെയിൻ ഗാർഡ് ചെയ്തു, 7D മാറ്റ് ചെയ്തു. ഇതൊക്കെയാണ് Nexon Xm വേരിയൻറ്റിൽ നമ്മൾ ചെയ്ത വർക്കുകൾ. അപ്പോൾ എന്തായാലും നമുക്ക് വർക്കിലോട്ട് കിടക്കാം. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ Nexon Xm വേരിയൻറ്റ് ഇവിടെ റെഡിയാണ് നമുക്ക് വർക്കിനായിട്ട്. നമ്മൾക്കപ്പോൾ ആദ്യം ഇതിൻ്റെ സ്റ്റീരിയോ ഒന്ന് ചെക്ക് ചെയ്യാം. XMS വേരിയൻറ്റിൽ വരുന്ന ഒരു സ്റ്റീരിയോയുടെ കൺട്രോൾ പാനൽസ്, അതുപോലെ സ്വിച്ചസ്, ഹോം ബട്ടൺ, അങ്ങനെ വരുന്ന ഒരു ഡാഷ്ബോർഡിൽ വരുന്ന കൺട്രോൾ സ്വിച്ചസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. XE വേരിയൻറ്റിൽ ഇതൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസും വരുന്നുണ്ട്. സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആ ബ്രാൻഡൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഓർട്ടം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വിത്ത് ക്യാൻവസ് വരുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണത്. എല്ലാം കണക്ട് ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ കപ്ലേഴ്സും എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. 9-inch ഡിസ്പ്ലേ, ഗൊറില്ല ഗ്ലാസ് ആണ്, IPS ഡിസ്പ്ലേ ആണ്, 2GB റാം, അതുപോലെ 16GB ഇൻറ്റേർണൽ മെമ്മറിയൊക്കെ വരുന്നതാണ്. നോർമൽ എല്ലാ ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ കൂടെ വരുന്ന പോലെ കപ്ലർ ആണ് വരുന്നത്. നമുക്ക് വയർ കട്ടിങ് അങ്ങനെയുള്ളൊന്നുമില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ക്യാൻവസ് ആണ് ആ താഴെ കാണുന്ന ഒരു ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു യൂണിറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ കൺട്രോൾ പാനൽസിനെല്ലാം ഈ സ്റ്റീരിയോമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു യൂണിറ്റ്. അതുള്ളത് കൊണ്ടാണ് നമുക്ക് വീൽ കൺട്രോൾസ്, അതുപോലെ ആ ഡാഷിൽ വരുന്ന കൺട്രോൾ സ്വിച്ചസ്, വോളിയം ബട്ടൺ, അങ്ങനെയുള്ളതെല്ലാം യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇതിന് നമ്മൾ 1 year വാറൻറ്റി കൊടുക്കുന്നതാണ്. കമ്പനി ഓൾറെഡി അതെല്ലാം പിന്ന് പ്ലഗ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ജോലി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വയറിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. സ്റ്റീരിയോ ഓൾറെഡി അതിൻ്റെ ഡാഷ്ബോർഡിൽ നമ്മൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. കംപ്ലീറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് അവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനെയാണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ ഒരു ഫിനിഷിങ് വന്നിട്ടുള്ളത്. സെയിം നല്ല ക്വാളിറ്റി ഫ്രെയിം തന്നെയാണ് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ കൂടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. വോളിയം ബട്ടൺ, അതുപോലെ മ്യൂട്ട് ബട്ടൺ, സ്റ്റിയറിംഗ് വീൽ കൺട്രോളിൽ വരുന്ന എല്ലാ ബട്ടൺസും വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഡാഷിൽ വരുന്ന ആ സെയിം അവിടുത്തെ കൺട്രോൾസും വർക്കിംഗ് ആണ്. ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്യാൻവസ് ഉള്ളത് കൊണ്ട് നമുക്ക് XMS വേരിയൻറ്റ്, അതുപോലെ XM മുതലുള്ള മറ്റു വേരിയൻറ്റുകളിലെല്ലാം ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പാർക്കിംഗ് സെൻസർ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യാം. ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. പാർക്കിംഗ് സെൻസറെല്ലാം സക്സസ്ഫുള്ളായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അതിൻ്റെ ഇൻഡിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഡാഷിലെ എല്ലാ കൺട്രോൾസും വളരെ സ്മൂത്തായിട്ട് വർക്കിംഗ് ആണ്. വോളിയം കൺട്രോൾസ്, അതുപോലെ സെറ്റിങ്സിൻ്റെ കൺട്രോൾസ്,
ഹോം ബട്ടൺ, അതുപോലെ ബാക്ക് ബട്ടൺ, നെക്സ്റ്റ്, പ്രീവിയസ്, അങ്ങനെയുള്ള എല്ലാ സ്വിച്ചസും വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്കിംഗ് ആണ്. മുമ്പെല്ലാം നമുക്ക് ഈ ഒരു ആശയക്കുഴപ്പം ഉള്ളതുകൊണ്ടാണ് XM വേരിയൻറ്റിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാളേഷൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിന്നിരുന്നത്. ഇപ്പോൾ അതിനൊരു എന്താ പറയുക, അതിനൊരു ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു സ്റ്റീരിയോയിലൂടെ. അപ്പോൾ നമ്മൾ ഡാഷ് ക്ലിയറായിട്ട് എല്ലാ പാനലും ഫൈബർ പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം ക്ലിയറായി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മെഗാ ഓഡിയോ എന്ന ബ്രാൻഡിൽ വരുന്ന 360 ഡിഗ്രി ക്യാമറയുടെ ഒരു യൂണിറ്റിനെ കുറിച്ചാണ്. ഇതാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്, മെയിൻ യൂണിറ്റ്. പിന്നെ വരുന്നത് 4 ക്യാമറാസാണ്. ഈ ഒരു ക്യാമറ വരുന്നത് സൈഡ് മിറേഴ്സിലാണ്. രണ്ടും ഒരേപോലെ കാണുന്ന ഈ 2 ക്യാമറാസും അതിൻ്റെ സൈഡ് മിററിൽ വരുന്നതാണ്. ഇത് ബാക്ക് ബമ്പറിൽ വരുന്ന, അതുപോലെ ഇത് ഫ്രണ്ട് ബമ്പറിൽ. ഇങ്ങനെ 4 ക്യാമറാസാണ് ഈ 360 ഡിഗ്രി ക്യാമറയ്ക്ക് കൂടെ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു റിമോട്ട് ബട്ടൺ, ഒരു റിമോട്ട് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ സെൻസർ, ഷോക്ക് സെൻസർ, അതുപോലെ റിമോട്ട് സെൻസ് ചെയ്യാനുള്ള ഒരു സെൻസർ, അങ്ങനെ പിന്നെ കുറച്ച് വയേഴ്സ്. അതിൻ്റെ ഇത്രയാണ് ഈ 360 ഡിഗ്രി ക്യാമറയുടെ കൂടെ വരുന്നത്. ഇത് നമുക്ക് മെയിൻ ഒരു ടാസ്ക്കായി വരുന്നത് സൈഡ് മിറേഴ്സ് ഓപ്പൺ ചെയ്യണം. ബാക്കിൽ അതിൻ്റെ ഒരു കപ്പ് ഓപ്പൺ ചെയ്തിട്ട് വേണം അതിൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ സൈഡ് മിറേഴ്സ് എന്തായാലും നമുക്ക് അഴിച്ചു മാറ്റിയേ തീരൂ. രണ്ട് സൈഡ് മിററും നമ്മൾ അഴിച്ചു മാറ്റി കഴിഞ്ഞു. ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റുള്ള ഒരു സൈഡ് മിററാണ് രണ്ടും. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അഴിക്കാനും അതുപോലെ രണ്ടാമതും റീഇൻസ്റ്റാൾ ചെയ്യാനെല്ലാം. ഇതിൻ്റെ പുറകിൽ വരുന്ന ഈ ഒരു കപ്പ് ഊരിയതിന് ശേഷമാണ് നമുക്കതിൽ ക്യാമറ ഉള്ളിലോട്ട് ഇറക്കി താഴെ ഹോൾ ചെയ്തിട്ടാണ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാമറ രണ്ടിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ യൂണിറ്റ് വയറിങ്ങും കാര്യങ്ങളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ. ഫ്രണ്ടിൽ വരുന്ന ബമ്പറിൽ ഇത്തരം ഒരു ക്യാമറയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതേ സെയിം സ്ക്വയർ ടൈപ്പ് ക്യാമറ തന്നെയാണ് പുറകിലെ ബമ്പറിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കാണാം. 360 ഡിഗ്രി ക്യാമറയുടെ ഒരു വ്യൂ. ആ ലെഫ്റ്റിൽ വരുന്നതാണ് 360 വ്യൂ. സെൻറ്ററിൽ വരുന്നത് ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ക്യാമറയാണ്. അതുപോലെ നേരത്തെ കണ്ടത് ബാക്കിൽ വരുന്ന ക്യാമറയുടേതൊക്കെയാണ്. 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മളിതിൽ ചെയ്തത് റെയിൻ ഗാർഡ് ചെയ്തു. ക്രോം ലൈൻ വരുന്ന ഒരു റെയിൻ ഗാർഡാണ് ചെയ്തത്. നെക്സോൺ എന്ന ബാഡ്ജിങ് വരുന്ന റെയിൻ വൈസറാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ 70 മാറ്റ് ചെയ്തു. അതുപോലെ സീറ്റ് കവേഴ്സ് ചെയ്തു. ടാൻ ബ്ലാക്ക് ഒരു കോമ്പിനേഷനിലാണ് സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തത്. അപ്പോൾ നെക്സോൺ XMS വേരിയൻറ്റിൽ നമ്മൾ ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ നെക്സോൺ XE വേരിയൻറ്റിലാണ് ഇത്രയും മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ളത്. നെക്സോൺ XM തൊട്ടുള്ള വേരിയൻറ്റുകളിൽ ഇത്തരം ആൻഡ്രോയിഡ് സ്റ്റീരിയോസ്, അതായത് സ്റ്റീരിയോ കമ്പനി കൊടുക്കുന്ന വേരിയൻറ്റുകളിൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഇതുവരെ. ഈ കൺട്രോൾ സ്വിച്ചസിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ ഇൻസ്റ്റാളേഷൻ വൈകിപ്പോയത്. ക്യാൻവസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നെക്സോൺ XMS വേരിയൻറ്റിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ എല്ലാം ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടെല്ലാം ഇങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നെക്സോൺ XMS വേരിയൻറ്റ് വണ്ടി കയ്യിലുള്ളവർക്ക് ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് അതിൽ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഷോപ്പുമായി ബന്ധപ്പെടാം. ഞാനിവിടെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും തിരിച്ചു വരാം. അതുവരെ see you, bye.